ഗാഢമായ ഉറക്കത്തിൽ നിന്ന് ഉണരുകയായിരിക്കും നിങ്ങൾ. അപ്പോഴതാ മുറിയിൽ അജ്ഞാതനായ ഒരു വ്യക്തി നിങ്ങളുടെ തലയുടെ ഭാഗത്തായി വന്നിരിക്കുന്നു. ആകെ ഭയന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ കൈകാലുകൾ അനങ്ങുന്നില്ല. അടുത്തു വന്നിരുന്ന രൂപം നിങ്ങളുടെ കൈകാലുകൾ അനങ്ങാൻ വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കണ്ണു തുറക്കാൻ ശ്രമിച്ചിട്ട് അതിനും സാധിക്കുന്നില്ല. ഇങ്ങനെയൊരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉറക്കത്തിനിടെ അജ്ഞാത രൂപം ദേഹത്തേക്ക് വീഴുന്നതായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സംഭവിച്ചതായി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഭൂതമോ പ്രേതമോ അല്ല ഈ അജ്ഞാത രൂപം. സ്ലീപ്പ് പാരാലിസിസ് എന്ന അവസ്ഥയാണിത്. ഉറക്കത്തിനിടെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി തോന്നുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയും എന്നാൽ പ്രതികരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. പൂർണ്ണ ബോധമുണ്ടായിരിക്കെ തന്നെ ശരീരത്തിലെ പേശികൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത്. ഇത്തരം സന്ദർഭങ്ങളിൽ നെഞ്ചിൽ അമിതമായ ഭാരം അനുഭവപ്പെടും. അടുത്ത് അജ്ഞാത രൂപം വന്നിരിക്കുന്നതായി തോന്നും. കൈക്കാലുകൾ ബലമായി പിടിച്ചു വെച്ചതുപോലെയും ഉണ്ടാകും. ചിലർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അമിതമായി വിയർക്കുകയും പേശികൾ വലിഞ്ഞു മുറുകുകയും തലവേദന ഉണ്ടാവുകയും ചെയ്യും. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് സ്ലീപ്പ് പാരാലിസിസ് നീണ്ടു നിൽക്കുക. പിന്നീട് സാവധാനം ശരീരത്തിന്റെ ചലനശേഷി തിരിച്ചു കിട്ടും. കൃത്യമായി ഉറക്കം കിട്ടാത്തവരിലാണ് സ്ലീപ്പ് പാരാലിസിസ് സംഭവിക്കുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു. ഒരാൾ ഉറക്കം ഉണർന്നു കഴിഞ്ഞിട്ടും തലച്ചോറ് അയാളുടെ ചലനശേഷി തിരികെ കൊടുക്കാത്ത സാഹചര്യമാണിത്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാകും, പക്ഷേ ശരീരത്തിൻ്റെ മേൽ ഒരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥ. ചിലർക്ക് പറക്കുന്നതായും ചിലർക്ക് നെഞ്ചിൽ വലിയ ഭാരം കയറ്റി വെച്ചതുപോലെയും അനുഭവപ്പെടാറുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ വശം നോക്കിയാൽ REM സ്ലീപ്പ് എന്ന ഘട്ടം നമ്മുടെ ഉറക്കത്തിലുണ്ട്. സ്വപ്നങ്ങൾ കാണുന്നത് ഈ ഘട്ടത്തിലാണ്. സ്വപ്നത്തിൽ കാണുന്നതിനനുസരിച്ച് നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കുന്നത് വലിയ അപകടമാകുമെന്നതിനാൽ തലച്ചോർ നമ്മുടെ ശരീരത്തിന്റെ ചലനശേഷി താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യും. ഈ ഘട്ടത്തിൽ ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ ചിലപ്പോൾ REM സ്ലീപ്പിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ മുക്തരായിട്ടുണ്ടാകില്ല. ഉറക്കമുണർന്നു, പക്ഷേ ശരീരത്തിന് ചലനശേഷിയില്ലാത്ത അവസ്ഥ. ഇതിനൊപ്പം ചിലർക്ക് മതിഭ്രമം കൂടി സംഭവിക്കും. ഇതോടെയാണ് മുറിയിൽ അജ്ഞാത രൂപമുള്ളതായി തോന്നുന്നത്. അടുത്ത് ആരോ കിടക്കുന്നത് പോലെ തോന്നുക, ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുക എന്നിവയൊക്കെ സ്ലീപ്പ് പാരാലിസിസിന്റെ ഭാഗമാണ്. ഉറക്കമില്ലായ്മ, കുറേ നേരം ഉറങ്ങാതെ ഇരിക്കുന്നത്, കൃത്യമായ സമയക്രമമില്ലാത്ത ഉറക്കം, നാർക്കോലെപ്സി, മാനസിക സമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്ക് സ്ലീപ്പ് പാരാലിസിസ് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഉറങ്ങിത്തുടങ്ങുമ്പോഴോ ഉണരുമ്പോഴോ ആണ് സാധാരണയായി ഇത് അനുഭവപ്പെടാറ്. 10ൽ 4 പേർക്കും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്ലീപ്പ് പാരാലിസിസ് അനുഭവപ്പെടാറുണ്ടെന്നാണ് കണക്കാക്കുന്നത്. സ്ലീപ്പ് പാരാലിസിസ് നിയന്ത്രിക്കാൻ കൃത്യമായ ഉറക്കക്രമം പാലിക്കുക, രാത്രി വൈകി സ്ക്രീൻ ഒഴിവാക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നിവ ശീലമാക്കാം. സ്ലീപ്പ് പാരാലിസിസിനെ ചികിത്സ തേടേണ്ട അവസ്ഥയായി സാധാരണ കാണാറില്ല. എന്നാൽ ആളുകൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഭയക്കുന്നതിനാൽ മാനസികമായ പ്രയാസങ്ങൾ നേരിട്ടേക്കാം. ചിലർക്ക് ഇരുട്ടിനെ ഭയം തോന്നും, ചിലർക്ക് ഒറ്റയ്ക്ക് ഉറങ്ങാൻ ഭയം തോന്നും. സ്ലീപ്പ് പാരാലിസിസ് തുടർച്ചയായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടണം. കൃത്യമായ ഉറക്കം ലഭിക്കാൻ പ്രയാസപ്പെടുന്നവർ രാവിലെ കുറച്ചുനേരം വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്തിന് ഒരു 4 മണിക്കൂർ മുമ്പ് വ്യായാമം ചെയ്യുക. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നല്ല ഹെവി ഫുഡ് കഴിക്കാതിരിക്കാം. മദ്യപാനം, പുകവലി, കാപ്പി എന്നിവ കുറയ്ക്കണം. നമ്മുടെ ഉറക്കചക്രത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ താളപ്പിഴ മാത്രമാണ് സ്ലീപ്പ് പാരാലിസിസ്. ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള ആശയവിനിമയത്തിൽ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഇടവേളയാണിത്. ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കുക എന്നതാണ് ഭയത്തെ മറികടക്കാനുള്ള ആദ്യപടി. നല്ല ഉറക്കശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെയും ഒരു പരിധിവരെ ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയോ ഉറക്കത്തെയോ സാരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്. ശാസ്ത്രീയമായ അറിവിലൂടെ ഭയത്തെ അകറ്റി നിർത്താം, സമാധാനപരമായ ഉറക്കം ഉറപ്പാക്കാം.